ഞാനൊക്കെ എങ്ങനെയായിരുന്നു, ഞാനൊക്കെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. പക്ഷേ എനിക്ക് കിട്ടുന്ന എനിക്ക് 20,000 ശമ്പളം ഉണ്ടായിരുന്നു. നമ്മൾ ആ 20,000 ആ മാസം തീർക്കും. പക്ഷേ ഇന്നങ്ങനല്ലല്ലോ. ഇന്ന് നമുക്ക് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അച്ഛൻ്റെ കാര്യം നോക്കണം. അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ച് ചിലവുകൾ ചുരുക്കേണ്ടി വരും. അപ്പം വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ തിയേറ്ററിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയലൻസ് കൂടിയ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ് ആവുന്നതിന് കാരണം എന്താ? കുട്ടികളെ അട്രാക്ട് ചെയ്യിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് കാരണം. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളെ പരിഹസിക്കുന്നു. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ പരാജയപ്പെടുന്നു, പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളെ ആരാണ് തീരുമാനിച്ച് ഉറപ്പിച്ചേക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, തിയേറ്ററിക്കലി പരാജയമാണ്. ആ സിനിമ പരാജയമെന്ന് പറയണമെങ്കിൽ അത് കാണുന്ന ഒരാൾ TV കണ്ടാലും ആ സിനിമ വിജയമാണ്. വന്ദനം സിനിമ പരാജയപ്പെട്ടതല്ലേ, അക്കരെ പരാജയപ്പെട്ടതല്ലേ, മിഥുനം പരാജയപ്പെട്ടതല്ലേ, അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ. വെട്ടം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ TV കാണുന്ന സിനിമയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട പടമല്ലേ, പക്ഷേ അത് പരാജയം നമുക്ക് പറയാൻ പറ്റും. പത്മരാജ് സാറിന്റെ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയമല്ലേ. ഇപ്പൊ സിനിമ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു. തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് സമയം കിട്ടുന്നില്ല. ഫാമിലിക്ക് എല്ലാവരും കൂടെ പോയി ചിലപ്പോൾ എല്ലാ പടം കാണാൻ പറ്റത്തില്ല. പകരം കുട്ടികൾ പോയിട്ട് വേറെ പടം കാണാം. അതുകൊണ്ട് അത് മികച്ച സിനിമയാവും. തിയേറ്ററിൽ ഓടിയെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മികച്ചതാവും. അപ്പം നല്ലതും മോശമൊക്കെ തീരുമാനിക്കുന്നത് അതാണ്. നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്, തിങ്കിങ് മേക്സ് എന്ന് ചൊല്ലുന്നുണ്ട്. നമ്മുടെ ചിന്തകളാണ് ശരികളെ നിർണ്ണയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അത് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട്